ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യത്തിലേക്കായിട്ട് കോടതി 5 ദിവസത്തെ കസ്റ്റഡിയാണ് നമുക്ക് തന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രൊസീജിയറുകളെല്ലാം ഈ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നാളെ രാവിലെ കസ്റ്റഡി കാലാവധി കഴിയും. നാളെ രാവിലെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കും. ഇൻവെസ്റ്റിഗേഷൻ വളരെ സ്പീഡായിട്ട് ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 60% അന്വേഷണം ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ പുരോഗതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശമുണ്ട്. അതനുസരിച്ച് നമ്മൾ 1 മാസത്തിനുള്ളിലെങ്കിലും അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള ഒരു ടാർഗറ്റുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മോട്ടീവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ അയൽവാസികളായിട്ട് ഒരു 3 വർഷമായിട്ട് അവിടെ വിഷയങ്ങളുണ്ട്. ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇരുകക്ഷികളും നേരത്തെ പല സമയത്തും ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ശത്രുതയാണ്. അത് പലതരത്തിൽ ഇങ്ങനെ ഓരോ സമയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് മനസ്സിലായിട്ടുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ സംഭവമാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. കൃത്യം നടക്കുന്ന സമയത്ത് ആ കാലയളവിൽ എപ്പോഴെങ്കിലും ഒരാഴ്ച 2 ദിവസം മുമ്പ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു? അല്ല, അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഒരു പുറത്തോട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു ഇഷ്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അവരെ തമ്മിൽ അങ്ങോട്ട് അയാൾ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു മറ്റൊരാളോട് പോയി പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ മൂന്നാമതൊരാളോട് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഋതു തൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഇവരോടുള്ള വിരോധം വെളിപ്പെടുത്തിയതായിട്ടും നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടെത്താനും അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ 1-2 സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള സാക്ഷിമൊഴികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു കുറ്റബോധം ഉള്ളതായിട്ട് നമ്മുടെ ആളുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടും നമ്മുടെ ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിലും നമ്മുടെ പരിശോധനകളിലും ഒന്നും വെളിവായിട്ടില്ല. നേരത്തെ ചികിത്സ തേടിയത് അങ്ങനെ പ്രത്യേകിച്ച് മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ലഹരിക്കുള്ള ചികിത്സ നേരത്തെ നൽകിയിട്ടുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു താൽക്കാലിക ചികിത്സയായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. അതിൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബുദ്ധിമുട്ട് ആൾക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. അല്ല, അത് ആൾക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രതികരണം ആൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ജീവനോടെ ഉണ്ട് എന്നുള്ള ഒരു ഋതുവിന് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ചിട്ട് പിന്നെ എല്ലാവരെയും തന്നെ അപായപ്പെടുത്താൻ ഉദ്ദേശിച്ച് തന്നെയാണ് വീട്ടിലേക്ക് ചെന്നതെന്നുള്ളത് നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, കുട്ടികളുള്ള വിവരം അറിയാം. കാര്യം തൊട്ട് മുന്നിൽ താമസിക്കുന്ന ആളാണല്ലോ. ആ കുട്ടികൾ ഒരാൾ പുറത്ത് വീടിൻ്റെ പിൻവശത്ത് നിൽപ്പുണ്ടായിരുന്നു, ഒരാൾ മുറിക്ക് ഉള്ളിലും ഉണ്ടായിരുന്നു. ഇളയ കുട്ടി സംഭവങ്ങൾക്കൊക്കെ ദൃക്സാക്ഷിയാണ്. അത് നമുക്ക് കൃത്യമായ മൊഴികളും മറ്റും അതിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ എക്സാമിനേഷനിൽ നമ്മളത് ഡോക്ടർക്ക് റിക്വസ്റ്റ് നൽകി അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാനാണ് പിന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രതിയെ മേലുദ്യോഗസ്ഥർ കൃത്യമായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DIGയും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും പ്രതിയെ നേരിട്ട് ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പം അന്വേഷണം പൂർത്തിയാക്കുന്നതിനുള്ള കാലാവധി അവർ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. ഇതിൽ ഒരു പ്രധാന തടസ്സമെന്ന് പറയുന്നത് നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനിലയിലൊരു പുരോഗതി ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. അത് ഫാസ്റ്റാകുന്ന മുറയ്ക്ക് നമ്മൾ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഹാജരാക്കും. ഈ പ്രതിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നതാണ്? ഇല്ല, ഈ കൃത്യത്തിലേക്ക് പ്രത്യേകിച്ച് മറ്റാരുടെയും സഹായം ലഭിച്ചതായിട്ട് നമ്മുടെ അന്വേഷണത്തിൽ വെളിവായിട്ടില്ല. പക്ഷേ ഈ കൃത്യത്തിന് ഇങ്ങനെ ഒരു വിരോധം തൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം 1-2 പേരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് ആരാണെന്ന് മനസ്സിലാക്കാനും അവരെ കണ്ടെത്തി ചോദ്യം ചെയ്യാനും അവരുടെ മൊഴി രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. എല്ലാ ശാസ്ത്രീയ തെളിവുകളും നമ്മൾ കൃത്യമായിട്ട് അതേ സംബന്ധിച്ച് അത് നമുക്ക് ഈ കൃത്യ വീട്ടിൽ നിന്ന് നമുക്ക് CCTV ഫുട്ടേജുകൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രതിയുടെ കൃത്യത്തിനുള്ള വരുന്നതും പോകുന്നതും ഒക്കെ കൃത്യമായ വിസിബിളായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും ഒക്കെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളും നമ്മൾ കോടതിയിലേക്ക് എത്തിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും പോലീസിനോട് വളരെ ചോദ്യം ചെയ്യലിനോടൊക്കെ വളരെ കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ യാതൊരു തകരാറും കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ തൽക്കാലം നമ്മളത് ഉദ്ദേശിക്കുന്നില്ല. കാര്യം അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്.